കൊച്ചി പാലാരിവട്ടത്ത് ട്രെയിലറിൽ നിന്നും റേഞ്ച് റോവർ ഇറക്കുന്നതിനിടയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന ചുമട്ട് തൊഴിലാളി അൻഷാദിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അൻഷാദ് ആദ്യമായാണ് റേഞ്ച് റോവർ ഓടിക്കുന്നത് എന്ന് കണ്ടെത്തി. വാഹന അപകടത്തിന് കാരണം ഡ്രൈവറുടെ പിഴവാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, നേരത്തെ തന്നെ ഈ ഓട്ടോമൊബൈൽ ഡീലേഴ്സ് ഭാരവാഹികളടക്കം പറഞ്ഞിരുന്നു ഇത് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ലാത്തയാൾ, അയാളുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നൊക്കെ. അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് അല്ലേ? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചുമട്ടുതൊഴിലാളികൾക്ക് ഈ വാഹനം ഇറക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ അനുമതിയും ഇല്ലായിരുന്നു. പക്ഷേ ബലം പ്രയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഈ ഡീലർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ചുമട്ടുതൊഴിലാളികൾ അവരുടെ ഈ വാഹനം ഇറക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം വാഹനങ്ങൾ ഇറക്കുമ്പോൾ അതിന് കൃത്യമായ പരിശീലനം ലഭിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ ഈ ചുമട്ടുതൊഴിലാളികൾക്ക് അതിന് കൃത്യമായ ഒരു പരിശീലനം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായ പരിശീലനം ലഭിക്കുന്നില്ലാത്തതിനോടൊപ്പം തന്നെ ഈ വാഹനം ഇറക്കിയപ്പോൾ, അതായത് റേഞ്ച് റോവർ അൻഷാദ് എന്ന് പറയുന്ന ചുമട്ടുതൊഴിലാളി ഇതിന് മുന്നേ ഓടിച്ചിരുന്നില്ല. ആദ്യമായിട്ടാണ് അയാൾ അത്തരത്തിലുള്ള ഒരു വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ 6 സെക്കൻഡ് കൊണ്ട് തന്നെ 100 കിലോമീറ്റർ വേഗതയിലേക്ക് ഇതിൻ്റെ ആക്സിൽ ചവിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വേഗതയിലേക്ക് വരെ ഈ വാഹനം എത്താനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഈ തൊഴിലാളിക്ക് അറിയില്ലായിരുന്നു. അതുതന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു ചെറുപ്പക്കാരൻ്റെ, റോഷൻ ആന്റണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അതുകൊണ്ട് നഷ്ടമായി. അതേ തുടർന്നാണ് ഡീലർമാർ കൃത്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡീലർമാരുടെ ആവശ്യപ്രകാരം ഇതിൽ ചുമട്ടുതൊഴിലാളികൾ ഈ വാഹനം ഇറക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ പരിശോധന നടത്താൻ, അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം MVDയുടെ ഭാഗത്തുനിന്നും ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ഓക്കെ സഹിൻ, വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ പാവം ഈ വാഹനമൊക്കെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത്, ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ അങ്ങനെ സൈഡൊക്കെ പറഞ്ഞു കൊടുത്ത് സൂക്ഷിച്ച് ഇറക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിന്ന ഒരാളായിരുന്നു റോഷൻ. അയാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അത് മറ്റ് നടപടികളിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നു ആ സംഭവം.